എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അകലെയല്ലാത്ത ദൈവം, നമ്മുടെ തൊട്ടരുകിൽ നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ ഏതൊരവസ്ഥയും മനസ്സിലാക്കുവാൻ നമ്മെ വിട്ട് അകലങ്ങളിൽ നിൽക്കാത്ത ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 46:4-5 തിരുവചനങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ വാർദ്ധക്യം വരെയും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40:11 തന്റെ ആട്ടിൻകൂട്ടമായ നമ്മെ ഇടയനായ കർത്താവ് നയിക്കുന്ന രീതി വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടുത്തെ കുഞ്ഞാടുകളെ കരങ്ങളിൽ ചേർത്ത് മാറോട് അണച്ചു പിടിക്കുന്നു. എന്നാൽ പ്രായമായ തള്ളയാടുകളെ അതിന്റെ ക്ഷീണത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് സാവധാനം നയിക്കുന്നു. എമ്മൗസിലെ യാത്രക്കിടയിൽ ശിഷ്യന്മാരോടൊപ്പം അവരുടെ കൂടെ ചേർന്ന് നടന്ന ആ യേശു തമ്പുരാൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ജീവിത ഭാരങ്ങളെ അവിടുത്തെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഭാരങ്ങളെ ഒഴിപ്പിച്ച് നമ്മെ സമാധാനത്തോടെ നടത്തുവാൻ ശക്തനായവനാണ് നമ്മുടെ നസ്രയനായ യേശു. ഒരു മനുഷ്യനും സഹായിപ്പാനില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലും കൂരിരുളിൻ താഴ്വരയിലും നമ്മെ കൈവിടാതെ താങ്ങുന്ന ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത്ര സ്നേഹനിധിയായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് എഫെസോസ് 4 നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊന്ന് കോപിച്ചാൽ പോലും പാപം ചെയ്യരുത് എന്നും, ഈ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത് എന്നും പറയുന്നു. 29 മുതലുള്ള തിരുവചനങ്ങളിൽ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, മറ്റുള്ളവരുടെ ഉന്നതിക്ക് ഉതകും വിധം രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നും പറയുന്നു. സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ എന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.